ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എക്സ്പേർട്ട് അഡ്വൈസ്. പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് IDBI ബാങ്കിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ 676 വേക്കൻസിയാണ് ഉള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 8-ാം തീയതിയാണ്. മെയ് 8 മുതൽ മെയ് 20 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. IDBI ബാങ്കിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ടോട്ടൽ 676 വേക്കൻസിയാണ്. അൺറിസർവ്ഡിന് 271, SC 140, ST 74, OBC 124, EWS 67 അങ്ങനെ ടോട്ടൽ 676 വേക്കൻസീസ് ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിന്റെ വിവിധ വിഭാഗങ്ങൾക്കാണ് ഈ 8788 എന്നുള്ള വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് 8 ആണ്. 20-ാം തീയതി വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സാം വരുന്നത് ജൂൺ 8 സൺഡേ ആണെന്നും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏത് വിഷയത്തിൽ ഡിഗ്രി എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മെയ് 2, 2000-നും മെയ് 1, 2005-നും ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം 60% മാർക്കാണ് ജനറലിന് വേണ്ടത്. 55% ആണ് SC ST PWBD കാൻഡിഡേറ്റ്സിന് വേണ്ടത്. കറക്റ്റ് 60% തന്നെ വേണം. 59 പോയിന്റ് പോലും എടുക്കത്തില്ല. കാരണം അങ്ങനെയുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പം റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനറൽ ആണെങ്കിൽ 60%-ഉം എബോയുമാണ്. അതർ കാൻഡിഡേറ്റ്സ് അതായത് SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55%-ഉം അതിന് എബോ ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. കമ്പ്യൂട്ടറിൽ പരിജ്ഞാനവും വേണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്റർവ്യൂവും പിന്നീട് ഒരു മെഡിക്കൽ ടെസ്റ്റുമാണ് വരുന്നത്. ബാങ്കിന്റെ മെഡിക്കൽ ടെസ്റ്റ് അത്ര വലിയ സ്ട്രിക്റ്റായ മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. മെയിനായിട്ട് ഓൺലൈൻ ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂ ആണ് വരുന്നത്. ഓൺലൈൻ ടെസ്റ്റിന്റെ സിലബസ് നോക്കാം. ആദ്യം ലോജിക്കൽ റീസണിങ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 60 ക്വസ്റ്റ്യൻ, 60 മാർക്കാണ്. ടൈം അലൗഡ് ചെയ്യുന്നത് 40 മിനിറ്റ് ആണ്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്കാണ്. 20 മിനിറ്റ് ടൈമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ, 40 മാർക്കാണ്. 35 മിനിറ്റ്. ജനറൽ, എക്കണോമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ, IT 60 ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം മാർക്ക് 60 ആണ്. അതിന് 25 മിനിറ്റും അലൗ ചെയ്തിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. 20 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് പറഞ്ഞേക്കുന്നത്. SC STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷവും എക്സ് സർവീസ്മാനൊക്കെ 5 വർഷവും പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റിയറ്റ്സ് 5 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എല്ലാ ബാങ്ക് എക്സാമും അപ്ലൈ ചെയ്യുന്നത് പോലെ വാലിഡായ ഒരു ഇമെയിൽ ID-യും ഫോൺ നമ്പറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് സാധാരണ രീതിയിൽ തന്നെയാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. SC STക്കും PWBD കാൻഡിഡേറ്റ്സിനും 250 രൂപയും ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 1050 രൂപയുമാണ് ഫീ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 20-ാം തീയതി അവസാനിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയ ജോബ് ഇൻഫർമേഷൻ അറിയുന്നതിന് എക്സ്പേർട്ട് അഡ്വൈസ് എന്ന ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.